വള്ളുവനാടിൻ്റെ ചരിത്രത്തോളം പഴക്കമുള്ള കവളപ്പാറ സ്വരൂപം ഒരു കാലഘട്ടത്തിൽ രാജാധികാരത്തിൻ്റെ താൻപോരിമ വെളിവാക്കുന്ന ഒരു നാട്ടുരാജ്യത്തിന് സമാനമായിരുന്നു. സാമൂതിരികോപത്തിന് പാത്രമായ കവളപ്പാറ സ്വരൂപം വേണാട്ട് രാജാവിൻ്റെ കൂറുപ്രഖ്യാപനം കൊണ്ട് രാജ്യം കാത്ത കഥയും ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാം. പടിഞ്ഞാറ് ഓങ്ങല്ലൂർ മുതൽ മുണ്ടക്കോട്ട് കുറിശി വരെയും വിസ്തരിച്ച് വ്യാപിച്ചു കിടക്കുന്ന ഭൂമിശാസ്ത്രപരമായ അതിർത്തിയാണ് കവളപ്പാറ സ്വരൂപം. കവളപ്പാറ മൂപ്പിൽ നായരാണ് ഈ രാജവംശത്തിന് ആളും അർത്ഥവും നൽകി പ്രതാപകാലത്തേക്ക് നയിച്ചത്. ഈ കവളപ്പാറ കൊട്ടാരത്തിലേക്ക് ഇപ്പോൾ ആൾക്കാരൊന്നും കയറ്റിവിട്ടില്ലേ? ഇല്ല, ഇപ്പൊ കയറ്റിവിടുന്നില്ല. മുമ്പൊക്കെ പ്രവേശനം ഉണ്ടായിരുന്നു. ഇപ്പോ എന്തൊക്കെ കേസൊക്കെ കാരണം അടച്ചിട്ടിരിക്കുകയാണ്. ഏത് രാജാക്കന്മാരുടെ കൊട്ടാരമായിരുന്നു അറിയോ? നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ നിങ്ങളൊക്കെ ഒരു തലമുറയ്ക്ക് മുന്നേ ഉള്ളതാണ്. അതെ, വലിയ അറിവൊന്നുമില്ല അതിനെ കുറിച്ച്. ഒരുപാട് സിനിമകൾക്ക് ഇത് ലൊക്കേഷൻ ആയിട്ടുണ്ട്. ഈ ആറാം തമ്പുരാനിലെ അപ്പൻ തമ്പുരാന്റെ കൊട്ടാരം അല്ലെ? ഈ അപ്പൻ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അപ്പൊ ഇവിടുത്തെ ഈ കൊട്ടാരത്തിലെ രാജാവായിരുന്നു ഈ അപ്പൻ തമ്പുരാൻ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും ആറാം തമ്പുരാൻ കഥ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? അതിനെ ഫുള്ളായിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും. എന്നാലും അതൊന്ന് കിട്ടിയത് തന്നെ ആ ഒരു കണ്ടന്റ് ആയിരിക്കും ആ കഥാപാത്രങ്ങളായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ മോഹൻലാലും അവരൊക്കെ വരുമ്പോൾ നിങ്ങളൊക്കെ ഷൂട്ടിംഗ് കാണാനൊക്കെ ഇവിടെ വരുമായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ അടുത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ടായിട്ട് തൊട്ട് പോകുന്നത് ഈ കൊട്ടാരമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ആയിരിക്കും അല്ലെ? കൊട്ടാരത്തിലെ രാജാക്കന്മാർക്ക് അവർക്ക് തൊഴാൻ വേണ്ടിയിട്ടുള്ള. അതുപോലെ ഇവിടെ ദേവീക്ഷേത്രം തൊട്ട് മുന്നിൽ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രം അല്ലെ? അതും ഈ കൊട്ടാരമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ അറിയോ? അതിനെ കുറിച്ച് അത്ര അറിയില്ല. അതാണ് അവിടെയാണ് ആര്യങ്കാവ് പൂരമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ കൊട്ടാരത്തിന്റെ പ്രൗഢി നിലനിൽക്കുന്ന കാലത്തൊന്നും കുട്ടി കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അത് വലിയൊരു നഷ്ടമായി പോയി. ഇപ്പൊ കേസിലാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് കേസിലാണ് കൊട്ടാരം കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഇങ്ങനത്തെ അവസ്ഥയിൽ പോലും നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഈ കവളപ്പാറ കൊട്ടാരം എല്ലാവരുടെയും മുന്നിൽ എത്തിക്കുക എന്നുള്ളൊരു ബാധ്യത നമുക്കുണ്ട്. സാമൂതിരിയുടെ കോപത്തിന് പാത്രമായി തീർന്ന നാട്ടുരാജ്യത്തിൻ്റെ അധികാരമുദ്രകളായ വാളും പരിചയും സാമൂതിരി പിടിച്ചെടുക്കുകയും കവളപ്പാറ സ്വരൂപത്തെ ഉന്മൂലനം ചെയ്യാൻ നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം കവളപ്പാറ ചെറിയ മൂപ്പിൽ നായരാണ് കൗശലപൂർവ്വം സാമൂതിരിയിൽ നിന്നും അടയാളമുദ്രകൾ തിരിച്ചെടുത്ത് ജ്യേഷ്ഠനായ വലിയ മൂപ്പിൽ നായരെ രാജാവായി വാഴിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. ഷൊർണൂരിന് സമീപമുള്ള പള്ളിക്കൽ അഥവാ പള്ളിത്തൊടി എന്ന സ്ഥലമാണ് ഈ സ്വരൂപത്തിൻ്റെ മൂലസ്ഥാനം എന്നാണ് കരുതപ്പെടുന്നത്. ഇവരുടെ കളരിസ്ഥാനം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു എന്ന് പറയുന്നു. വള്ളുവനാടിൻ്റെ പ്രകൃതി സൗന്ദര്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഓടി വരുന്ന പാടങ്ങളും പറമ്പുകളും എല്ലാം ഈ കൊട്ടാരത്തെ ചുറ്റിപ്പറ്റി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കൊട്ടാരത്തിൻ്റെ തൊട്ടു പുറകുവശത്തുള്ള ഈ ക്ഷേത്രമാണ് എറുപ്പൈ മഹാശിവക്ഷേത്രം. വളരെ മനോഹാരിതയായിട്ടുള്ള ഈ ക്ഷേത്രം കണ്ടാൽ തന്നെ ഒരു കൊട്ടാരത്തിൻ്റെ പ്രൗഢിയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. വള്ളുവനാടിൻ്റെ തനിമ അതേപോലെ ഒട്ടും ചോർന്നു പോകാതെ തന്നെ നിലനിർത്തിയ ഈ ക്ഷേത്രം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അതുപോലെ നാട്ടിൻപുറത്തെ ഇടവഴികളും പാടങ്ങളും പച്ചപ്പുകളും കുളവും നാട്ടിൻപുറത്തെ കുളിയും അതൊന്ന് വേറെ തന്നെയാണ്. അതുപോലെ പൂർണ്ണമായിട്ടും മൺചുമരുകളാൽ നിർമ്മിച്ച 2 തട്ടുകളുള്ള 4 കെട്ടും 2 കെട്ടുമുള്ള വീടുകൾ ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ശബ്ദമലിനീകരണങ്ങളില്ല, വായുമലിനീകരണങ്ങളില്ല, അടിയും പകയും വിദ്വേഷങ്ങളുമില്ല. ഗ്രാമത്തിൻ്റെ പൂർണ്ണ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ പാലക്കാടിൻ്റെ ഈ വള്ളുവനാടൻ ഗ്രാമത്തിലേക്ക് തന്നെ വരണം. ഒട്ടനവധി മലയാളം തമിഴ് സിനിമകൾക്കാണ് ഈ പ്രദേശം തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഒരു 10 വർഷം മുമ്പ് വരെ ഈ കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ ശേഷിപ്പുകൾ വളരെ ദയനീയമാണ്. പണ്ട് ഈ കൊട്ടാരത്തിൽ വസിച്ചിരുന്നത് രാജാവായിരുന്നുവെങ്കിൽ ഇപ്പോൾ വസിക്കുന്നത് വിഷപ്പാമ്പുകളും കുറുക്കന്മാരും മറ്റു ജീവികളുമാണ്. വാസ്തുവിദ്യ പ്രകാരമൊക്കെ ഒരുപാട് നോട്ടങ്ങൾ നോക്കിയതിന് ശേഷം ഈ കൊട്ടാരം പണിതുയർത്തിയെങ്കിലും ഇന്നൊരു വസ്തുവിനും കൊള്ളാത്ത രീതിയിൽ ഇങ്ങനെയായി തീർന്നിരിക്കുകയാണ്. കൊട്ടാരം കാണാൻ വരുന്നവർക്കിപ്പോൾ ഈ എറുപ്പൈ ശിവക്ഷേത്രം ഒരു അത്ഭുത കാഴ്ചയാണ്. അതിൻ്റെ മനോഹാരിത എത്ര വർണ്ണിച്ചാലും മതിയാവില്ല.
ഇവിടെ വരുന്നവർക്ക് അത്ര പെട്ടെന്നൊന്നും ഈ പഴയ കൊട്ടാരം കണ്ടാലും തിരിച്ചു പോകാൻ സാധിക്കില്ല. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. കൊട്ടാരം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണെങ്കിലും ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം എത്ര തന്നെ പറഞ്ഞാലും മതിയാവില്ല. ഈ കൊട്ടാരത്തിന് മുന്നിലെ ഒരുപാട് വിസ്തൃതിയിൽ കിടക്കുന്ന ഈ പറമ്പും വിസ്മയിപ്പിക്കുന്ന ഈ നാട്ടിടവഴികളും അതുപോലെ ആലും ആ ആലിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വേരുകളും എല്ലാം നമുക്കൊരു അത്ഭുത കാഴ്ച തന്നെയാണ്. ഒടുവിൽ ഞാൻ എർപ്പെ മഹാദേവനോട് വിട പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും പടിയിറങ്ങുന്നു.